സെലിബ്രിറ്റീസിന്റെ ബോഡി ട്രാൻസ്ഫോർമേഷൻ സോഷ്യൽ മീഡിയയിൽ ഒത്തിരി ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. ഇങ്ങനത്തെ ട്രാൻസ്ഫോർമേഷൻസ് കണ്ട് ഇൻസ്പയർഡ് ആയി നമ്മൾ പലരും ഇതുപോലെ ഒരു ട്രാൻസ്ഫോർമേഷൻ ട്രൈ ചെയ്യാറുണ്ട്. ചിലർ സക്സസ്ഫുൾ ആകാറുണ്ട്, ചിലർ ഫെയിൽ ആകാറുണ്ട്. പക്ഷെ ഇന്നിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇങ്ങനൊരു ട്രാൻസ്ഫോർമേഷന്റെ ആവശ്യം നമുക്കുണ്ടോ എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. തമിഴ് ആക്ടർ സൂര്യ അദ്ദേഹത്തിന്റെ ഒരു മൂവിക്ക് വേണ്ടി ഒരു എക്സ്ട്രീം ബോഡി ട്രാൻസ്ഫോർമേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് എന്താണെന്ന് നമുക്ക് കേൾക്കാം. It is little tough. It's not a healthy way of doing it. நீங்க மாத்திரை ஃபேட் பர்னர்ஸ் இல்லாம பண்ணாலும் இட்ஸ் நாட் அ ஹெல்தி வே ஆஃப் டூயிங் இட். ரெகுலர் ஃபிட்னஸ் இஸ் இனஃப் ஐ ஃபீல். ஒரு எக்ஸைட்மெண்ட்டுக்கு ஒரு வாட்டி ட்ரை பண்ணி பாருங்க, பட் யூ கேன் மெயின்டைன் இட் த்ரூ அவுட் தி இயர். நான் படத்துக்காக பண்ணேன், ஃபார் த கேரக்டர் ஐ டிட் ദാറ്റ്. സോ അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടി ഇങ്ങനെ ഒരു എക്സ്ട്രീം ബോഡി ട്രാൻസ്ഫോർമേഷൻ ചെയ്യാം നമുക്ക്. പക്ഷെ ഇങ്ങനെ ഒരു ബോഡി ലൈഫ് ലോങ് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല, അത്രത്തോളം ഹെൽത്തി ആയിട്ടുള്ളൊരു കാര്യവുമല്ല. സെലിബ്രിറ്റീസിന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ട്രാൻസ്ഫോർമേഷന് പുറകെ ഒരു വലിയ ടീം തന്നെയുണ്ട്. അവർക്കൊരു പേഴ്സണൽ ഡയറ്റീഷ്യൻ ഉണ്ടാവും, ഒരു പേഴ്സണൽ കുക്ക് ഉണ്ടാവും, ഒരു ഫിറ്റ്നസ് ട്രെയിനർ, ഡോക്ടേഴ്സ്, അങ്ങനെ ഒരു കംപ്ലീറ്റ് ടീം. അവർക്ക് ഇഷ്ടമുള്ള ഫുഡ്, അവർക്ക് വേണ്ടിയ ഫുഡ് ഒക്കെ കുക്ക് ചെയ്ത് കാലറി കാൽക്കുലേറ്റ് ചെയ്ത് അവരുടെ ടേബിളിൽ കൊണ്ടെത്തിക്കാനായിട്ട് ഒരു കംപ്ലീറ്റ് ടീം ഉണ്ടാവും. ദാറ്റ് ടീം ഇസ് ബിഹൈൻഡ് ദെയർ ബോഡി ട്രാൻസ്ഫോർമേഷൻ സക്സസ്. ആൻഡ് അങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ അവർ ചെയ്യുന്നുണ്ടാവുക അവരുടെ ഒരു മൂവിയുടെ ക്യാരക്ടറിന് വേണ്ടിയിട്ടായിരിക്കും. അത് അവരുടെ ഒരു ജോലിയാണല്ലേ. ആ ജോലിയുടെ ഭാഗമായിട്ടാണ് അവർ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ചെയ്യുന്നത്. എന്നെയും നിങ്ങളെയും പോലുള്ള സാധാരണക്കാർ, ഒരു വർക്കിംഗ് ആയിട്ടുള്ള ലേഡി അല്ലെങ്കിൽ ഒരു ഹൗസ് വൈഫ്, നമ്മളെ പോലുള്ളവർ എന്തൊക്കെ കാര്യത്തിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടതെന്നാണ് ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. നിങ്ങളുടെ ഹൈറ്റിനനുസരിച്ചിട്ടുള്ള വെയിറ്റിലേക്ക് നിങ്ങളുടെ ബോഡീനെ കൊണ്ടുവരിക, അതായത് BMI നോർമൽ കാറ്റഗറിയിലേക്ക് നിങ്ങൾ കൊണ്ടുവരിക. അതിനായിട്ടൊരു കാലറി ഡെഫിസിറ്റ് ഡയറ്റ് ഫോളോ ചെയ്യുക. നിങ്ങളുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ, കാർബ്സ്, വൈറ്റമിൻസ്, മിനറൽസ്, ഫൈബർ ഇതൊക്കെ നിങ്ങളുടെ ഫുഡിലുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അങ്ങനെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള മീൽ കഴിച്ച് വീക്ക്ലി ഒരു 5 to 6 days വർക്ക്ഔട്ട് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡി വെയിറ്റ് കുറച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇത്രയും കാര്യങ്ങൾ മാത്രം ഫോളോ ചെയ്താൽ, ഇതൊരു ഹാബിറ്റ് ആക്കി മാറ്റിയാൽ തന്നെ നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടുള്ള, കാണാൻ ഭംഗിയുള്ള ഒരു ഹെൽത്തി ബോഡി ഈസിലി സ്വന്തമാക്കാൻ സാധിക്കും. ഇതുപോലുള്ള ഹെൽത്തി ആൻഡ് പ്രാക്ടിക്കൽ ഇൻഫർമേഷൻസ് ആൻഡ് ഹെൽത്ത് ടിപ്സിന് വേണ്ടി GFit ഫോളോ ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആൻഡ് ഈ വീഡിയോ ആവശ്യമായിട്ടുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. ബൈ.